ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡിജിറ്റൽ ടെക്. SSLC ICTയുടെ ചാപ്റ്റർ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ. മലയാളം മീഡിയത്തിൽ അതിനെ പത്രത്താൾ ഒരുക്കാം എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടൊരു മാഗസിൻ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? എന്നാ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, DTP എന്നെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ, ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് തിയറിക്ക് ചോദിക്കാം. അതായത് DTP എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നു? ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് പബ്ലിഷിംഗ് ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, ബുക്സ് എക്സെട്ര യൂസിങ് സോഫ്റ്റ്വെയർ ഈസ് നോൺ ആസ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. ഓക്കെ, അപ്പോൾ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത് എന്താ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യാൻ കമ്പ്യൂട്ടറിൽ കുറേ സോഫ്റ്റ്വെയറിന്റെ യൂസോടെ പ്രിന്റ് ചെയ്യുന്ന സംഭവത്തെയാണ് അല്ലെങ്കിൽ മെത്തേഡിനെയാണ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. കൂടുതൽ ഇപ്പം മലയാളം ലാംഗ്വേജിലുള്ള ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ ആണ് സ്ക്രൈബസ്. ഓർത്തിരിക്കുക, ഓപ്പൺ സോഴ്സ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് സ്ക്രൈബസ്. അതുപോലെ തന്നെയുള്ള കുറച്ച് DTP സോഫ്റ്റ്വെയർസ് ആണ് ലാറ്റെക്സ്, അഡോബ് ഇൻഡിസൈൻ, മൈക്രോസോഫ്റ്റ് പബ്ലിഷർ ആൻഡ് ക്വാക്ക് എക്സ്പ്രസ്. ഇതെല്ലാ പേരുകളും ഒന്ന് ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യാം. ആദ്യം നമ്മളൊരു പേജ് സെറ്റ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്സിൽ പറയുന്ന രീതിയിൽ തന്നെ നമ്മളൊന്ന് ഓരോ ആക്ടിവിറ്റിയും നമ്മൾ പറഞ്ഞ് ചെയ്യുകയാണ്. ഇതിനുശേഷം നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ നമുക്ക് സ്ക്രൈബസ് ഓപ്പൺ ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമ്മുടെ എക്സാം 10 ഡോക്യുമെൻറ്റ്സിനകത്ത് .SLA എന്ന് പറയുന്ന ഫയൽ കാണും. അത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തോ അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ സ്ക്രൈബസിലേക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതല്ല, നിങ്ങൾ സ്ക്രൈബസ് ഓപ്പൺ ചെയ്ത് പേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ടൂൾസ് ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് ടെക്സ്റ്റ് വരത്തുള്ളൂ. ടെക്സ്റ്റ് ഫ്രെയിം എടുത്തു വെച്ചാൽ മാത്രമേ ടെക്സ്റ്റ് അവിടെ ഓപ്പൺ ആവുള്ളൂ. ഇമേജ് ഫ്രെയിം എടുത്തു വെച്ചാലേ ഇമേജ് അവിടെ വരത്തുള്ളൂ. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ടെക്സ്റ്റിലുള്ള രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഇങ്ക്സ്കേപ്പിൽ ചെയ്തോളം ഒരു ന്യൂ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ ഒരു രീതി. അപ്പോൾ നമുക്ക് ഏതിലേക്ക് എടുക്കാം? സ്ക്രൈബസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സ്ക്രൈബസ് എടുക്കുക. സ്ക്രൈബസിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കാം. ഇതേ പേജ് അല്ലേ നമുക്ക് കണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സൈസ് എന്ന് പറയുന്നത് A3 ആക്കി, നമ്പർ ഓഫ് പേജസ് ഇവിടെ മാറ്റി കൊടുക്കാം. ഞാനിവിടെ 1 തന്നെ കൊടുക്കുകയാണ്. ഓക്കെ പ്രസ് ചെയ്തു. അപ്പോൾ എനിക്കൊരു പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പേജ് എന്ന് പറയുന്നത് അത്യാവശ്യം A3 സൈസ് തന്നെ, ഭയങ്കര വലിപ്പത്തിലാണ് വന്നിരിക്കുന്നത്. ഇതിനെ ഒന്ന് ചെറുതാക്കി എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടാസ്ക് ബാർ എന്നാണ് ഇതിനെ പറയുന്നത്. ഏറ്റവും താഴെയുള്ള പോർഷനാണ് ടാസ്ക് ബാർ. അതിൽ ഈ ഒരു സൂം ഔട്ട് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അതിനകത്തൊന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ചെറുതാവും. അതുപോലെ ഈ പെർസെൻറ്റേജിൻ്റെ ഇവിടെ ആരോയിൽ ഡൗൺ ആരോയിൽ പ്രസ് ചെയ്താലും ചെറുതാവുന്നതായിരിക്കും. നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തൊക്കെ നോക്കാമെങ്കിൽ നമുക്ക് അത്യാവശ്യം ആ പേജ് നന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ, 30 ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് ആ സൈസിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ 30 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. ഓക്കെ, ഇപ്പോൾ പേജ് മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സെറ്റ് ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ എലമെൻറ്റ്സ് ഒന്ന് പരിചയപ്പെടാണ്. ഈ വിൻഡോ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? ഫസ്റ്റ് സ്ക്രൈബസ് എന്ന് എഴുതി കാണിക്കുന്നതാണ് ടൈറ്റിൽ ബാർ. തൊട്ട് താഴെ ഫയൽ, എഡിറ്റ്, ഐറ്റം, ഇൻസേർട്ട് ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളെ വിളിക്കുന്ന പേരാണ് മെനു ബാർ. അതിന് തൊട്ട് താഴെ കുറേ ടൂൾസ് കിടപ്പുണ്ട്. നമുക്ക് വേണ്ടുന്ന ടൂൾസ് മാത്രം പറഞ്ഞുതരാം. ഈ ആരോ മാർക്ക്, മൗസിന്റെ ആരോ മാർക്ക് പോലുള്ള മാർക്കിനെ അതിനെയാണ് വിളിക്കുന്നത് സെലക്ട് ഐറ്റം. തൊട്ട് റൈറ്റ് സൈഡിലുള്ളതാണ് T എന്നുള്ളത് ടെക്സ്റ്റ് ഫ്രെയിം. തൊട്ട് റൈറ്റുള്ളതാണ് ഇമേജ് ഫ്രെയിം. ഇമേജ് ഫ്രെയിം എന്ന് വെച്ചാൽ എന്താ? ഇമേജ് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ഫ്രെയിം എന്താ? ടെക്സ്റ്റ് അക്ഷരങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. നമ്മൾ ടൈപ്പ് ചെയ്യാണ്ടിരിക്കണമെന്നില്ല. നമുക്ക് എവിടെയെങ്കിലും ടെക്സ്റ്റ് കിടപ്പുണ്ടെങ്കിൽ അതിനെ ഇങ്ങോട്ടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയാണ് ടെക്സ്റ്റ് ഫ്രെയിം എടുക്കുന്നത്. ദെൻ ഇതാണ് ഷേപ്പ് ടൂൾ. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ബ്ലാക്ക് സ്ക്വയർ ആണ് ഷേപ്പ് ടൂള്. തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു സ്റ്റാർ ഉണ്ട്, ബ്ലാക്ക് സ്റ്റാർ, അതാണ് പോളിഗൺ ടൂള്. ദെൻ 2 ടൂളും കൂടെ കഴിഞ്ഞിട്ട് ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ ടൂൾ തന്നെ അറിയപ്പെടുന്നു. തൊട്ടിപ്പത്തിൽ ഫൗണ്ടൻ പെന്ന് പോലെ ഇരിക്കുന്നതാണ് ബേസിയർ കർവ്. ഇങ്ക്സ്കേപ്പിൽ നമ്മളെല്ലാവരും പഠിച്ചാണ് ബേസിയർ കർവിനെ പറ്റി. നമുക്കിങ്ങനെ വളഞ്ഞ വര വരയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. പിയറി ബേസിയർ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ദെൻ നമുക്ക് വേണ്ടുന്ന ബാർകോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബാർകോഡ് ടൂള്. ഓക്കെ ആണല്ലോ? ഈ ബാർകോഡ് എന്ന് പറയുന്ന സംഭവം വെച്ചിട്ടാണ് നമ്മൾ ബാർകോഡ് കൊണ്ടുവരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ടൂൾസ്.
ദെൻ ഈ ഒരു ഐ ആണ് പ്രിവ്യൂ മോഡ്. നമ്മളിപ്പോൾ എന്താണ് ആ പേജിൽ വരുന്നത്, ഇപ്പോൾ ആ ബോർഡർ പോയാണ്ടോ, അപ്പോൾ നമുക്ക് പ്രിന്റ് എടുക്കുമ്പോൾ ഇതേപോലെ ആയിരിക്കും കിടക്കുന്നത്. നമ്മൾ പ്രിന്റ് ഇടാതെ ആ പ്രിവ്യൂ മോഡ് മാറ്റിക്കഴിഞ്ഞാൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ലെഫ്റ്റ് സൈഡിലുള്ള സ്കെയിൽ പോലെ കുറേ അടയാളങ്ങൾ കൊടുത്തേക്കുന്നതാണ് റൂളർ. പിന്നെ ഇതാണ് ക്യാൻവാസ്. ഈ വൈറ്റ് പേജിനെയാണ് ക്യാൻവാസ് എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. ദെൻ നമുക്ക് വേണ്ടതാണ് പ്രോപ്പർട്ടീസും കണ്ടന്റ് പ്രോപ്പർട്ടീസും. ഈ രണ്ട് കാര്യങ്ങളും കിടക്കുന്നത് വിൻഡോസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്രോപ്പർട്ടീസ് ഉണ്ട്, കണ്ടന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇവിടെ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് അങ്ങനെ കുറേ ലെയേഴ്സ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ട്. ടൂൾസ് ഇതൊക്കെ ടിക്ക് ഇട്ടതുകൊണ്ടാണ് ടൂൾസ് കാണുന്നത്. ഇപ്പം ഞാൻ പ്രോപ്പർട്ടീസ് ടിക്ക് ഇട്ട് കൊടുത്താൽ പ്രോപ്പർട്ടീസ് വരും. അതുപോലെ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ മാറ്റം വരുത്തുന്നത്, അക്ഷരങ്ങൾക്ക് മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ കണ്ടന്റ് പ്രോപ്പർട്ടീസ് എടുക്കണം. പഴയ സിസ്റ്റത്തിലൊക്കെ 18.04 ടെക്സ്റ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. ഇപ്പോൾ പുതിയ 22.04 വന്നപ്പോഴത്തേക്ക് അതിൽ എന്തായി, കണ്ടന്റ് പ്രോപ്പർട്ടീസ് ആയി. ഇത്ര എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ടെക്സ്റ്റിൽ കണ്ടതുപോലെ ഒരു ന്യൂസ് പേപ്പർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത് ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, സ്ക്രൈബസിലേക്ക് നമ്മൾ ഏത് ടൂൾ യൂസ് ചെയ്യണം? ഷേപ്പ് ടൂൾ. എല്ലാവർക്കും അറിയാം, ഒരു റെക്റ്റാങ്കിൾ ഒക്കെ വരയ്ക്കണമെങ്കിൽ നമ്മൾ ഷേപ്പ് ടൂളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷേപ്പ് ടൂൾ വെച്ച് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തു. എനിക്കൊരു റെക്റ്റാങ്കിൾ അവിടെ വന്നിട്ടുണ്ട്. ദെൻ ഈ റെക്റ്റാങ്കിളിന്റെ എക്സ്പോസ് വൈപ്പോസ് എന്നൊക്കെ പറയുന്ന വാല്യൂ എന്ന് പറയുന്നത്, എക്സ്പോസ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് മാർജിനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആ മാർജിനിൽ നിന്ന് നീങ്ങി പോകുന്നുണ്ടോ, ഇത്രയും ഡിസ്റ്റൻസിൽ വന്നിരിക്കും. ഓക്കെ ആണ്. ഇനി ഇത് സെലക്ട് ചെയ്താൽ മാത്രമേ പ്രോപ്പർട്ടീസ് ഓക്കെ ആവത്തുള്ളൂ. ദെൻ വൈപ്പോസ് എന്ന് പറയുന്നത് ടോപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഞാൻ ഇത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോപ്പിൽ നിന്ന് താഴേക്ക് പോകുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ഒരുപാട് ഇത് കുറച്ചിട്ടേക്കാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇപ്പം ഇങ്ങനെ ആയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ വിഡ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്. ഹൈറ്റ് കൂട്ടാനാണ്, താഴേക്കുള്ള ഡിസ്റ്റൻസ് കൂട്ടാനാണ് ഹൈറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടീസിൽ തന്നെ താഴേക്ക് നോക്കുമ്പോൾ കളേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കളേഴ്സിൽ ഒരു സോളിഡ് കളർ ചൂസ് ചെയ്യുക. റെഡാണ് എനിക്ക് കളർ തന്നേക്കുന്നത്, ഞാൻ റെഡ് കൊടുത്തു. എനിക്ക് റെഡ് അല്ല, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള മെറൂൺ കളർ കൊടുക്കണം. ഇവിടെ എവിടെയെങ്കിലും മെറൂൺ ഉണ്ടോ? ഡാർക്ക് റെഡ് ഒന്നും കൊടുക്കണ്ട, എനിക്ക് ലൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കളേഴ്സ് കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇത് തന്നെ അങ്ങ് പറഞ്ഞു തരികയാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? എഡിറ്റിനകത്ത് കളേഴ്സ് ആൻഡ് ഫിൽസ് ചൂസ് ചെയ്യുക. ഇവിടെ സ്ക്രൈബസ് ബേസിക് എന്നുള്ളത് മാറ്റി ഓക്സിജൻ എടുക്കണം. ഇത് തിയറിക്ക് ചോദിക്കും. മോർ കളേഴ്സ് ആഡ് ചെയ്യാൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് സ്ക്രൈബസ് ബേസിക് മാറ്റി ഓക്സിജൻ ആണ്. ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് യെല്ലോ വരെ ഉണ്ടായിരുന്നിടത്തുനിന്ന് നമുക്ക് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ബ്രിക്ക് റെഡ് എന്നുള്ള ഒരു പോർഷൻ, ബ്രിക്ക് റെഡ് 5 അത് ഞാൻ ചൂസ് ചെയ്തു. ഇപ്പം ഇത് വന്നു. ഇനി എനിക്കിതിനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തതാ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യണം. നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞ രീതിയിൽ തന്നെ എനിക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ നോഡാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ സ്ക്രൈബസ് ബേസിക്കിൻ്റെ ആണ് പറഞ്ഞേക്കുന്നത്, ഓക്സിജൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ഇതേ ഷേപ്പിൽ എനിക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പം ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും, ഒരു വിൻഡോയിൽ ഒരു സംഭവം വരും അല്ലേ. അപ്പോൾ അതിനകത്ത് നോക്കിയേ, ഫസ്റ്റ് ആണ് മൂവ് നോഡ് എന്ന് പറയുന്നത്. ഈ നോഡിനെ നമുക്ക് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പം ഞാൻ ഈ കിടക്കുന്ന നോഡിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്താൽ എനിക്ക് ആ ഷേപ്പിൽ വന്നു, കണ്ടില്ലേ. ഇനി ഇതല്ല, എനിക്കിവിടെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഞാൻ ഈ ആഡ് നോഡ് എന്നുള്ള രണ്ടാമത്തെ ഒരു പ്ലസ് സിമ്പൽ വരുന്നത്, അത് ഞാൻ ഇങ്ങോട്ടേക്കൊരു ആഡ് നോഡ് ഒരെണ്ണത്തിന് ആഡ് ചെയ്തു. ദെൻ ഡിലീറ്റ് നോഡ് പ്രസ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയും എനിക്ക് ഷേപ്പ് കിട്ടും. ഓക്കെ ആണല്ലോ. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. മൂവ് നോഡ് വെച്ചും ആഡ് നോഡ് ചെയ്ത് ഡിലീറ്റ് നോഡ് വെച്ചും നമുക്ക് ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഞാൻ ഈ മൂവ് നോഡ് വെച്ചിട്ട് ഇതിനെ കുറച്ചൊന്ന് മേളിലേക്ക് നീക്കാണ്. ഇതും എനിക്ക് നീക്കാൻ പറ്റും, കണ്ടോ. അപ്പോൾ അതൊരു വേറെ ഷേപ്പിലേക്കൊക്കെ നമുക്ക് ആക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാനിതൊന്നുകൂടി കാണിച്ചു തരാം. എന്താ ചെയ്യണ്ടേ? ഡബിൾ ക്ലിക്ക് ചെയ്യുക. മൂവ് നോഡ് എടുത്തതിന് ശേഷം ഞാൻ ഈ നോഡിനെ ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചു. ഓക്കെ, ഇപ്പം എനിക്ക് ഷേപ്പിൽ കട്ടായിട്ടുണ്ട്. ഞാനിതിനെ ക്ലോസ് ചെയ്തു. ഇനി എനിക്കിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. കാരണം നമുക്കിനി ചെയ്യേണ്ടത് ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു ബ്ലാക്കും കൂടി വരുന്നുണ്ട് അല്ലേ. ഇപ്പം നോഡിനെ നമ്മൾ ചെയ്തു. ദെൻ നമുക്കിതിനൊരു ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബ്ലാക്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യുക?
വീണ്ടും നമ്മൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. വീണ്ടും വരയ്ക്കാൻ നിൽക്കേണ്ട. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ Ctrl+D പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഇതിൻ്റെ പുറത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. ഇതിനെ ഞാനെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവച്ചാൽ ഇങ്ങനെ ഇരിക്കും. എനിക്ക് തിരിഞ്ഞല്ലേ വരണ്ടേ. അപ്പോൾ അതിനെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രോപ്പർട്ടീസിനകത്ത് ഈ ഒരു ടൂൾ കണ്ടല്ലോ, ഫ്ലിപ്പ് ഹൊറിസോണ്ടലി, അത് ക്ലിക്ക് ചെയ്യുക. ഫ്ലിപ്പ് ഹൊറിസോണ്ടലി ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ഇങ്ങനെയാണ് വന്നത്. എനിക്ക് ഇങ്ങനെയാണോ വരേണ്ടുന്നത്? അല്ല, തല തിരിഞ്ഞിരിക്കണം. അതിന് ഫ്ലിപ്പ് വെർട്ടിക്കലിയും കൂടെ കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നീക്കി വെച്ചു. അപ്പോൾ ഇത് ഒരുമിച്ചായി. നമുക്ക് അതിന് കളർ ഒന്ന് മാറ്റാം. ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ബ്ലാക്ക് കളർ ചൂസ് ചെയ്യാം. ഈ കളർ ഏകദേശം സെറ്റാണ്. അത് വെച്ചു. ഇനി ഞാൻ നോക്കിയപ്പം ഇത് കുറച്ച് ഇങ്ങോട്ട് നീക്കാം. ഇപ്പം രണ്ടും ഒരേ അളവിൽ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഒന്നാമത്തതിന് ഒരു ഷാഡോ കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇതേണ്ടേ, അപ്ലൈ ഷാഡോ ടു ഒബ്ജക്റ്റ്. ഇതിന് വേണ്ടി എന്ത് ചൂസ് ചെയ്യണം? ഡ്രോപ്പ് ഷാഡോ. അപ്പോൾ ഒന്നാമത്തതിന് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ സ്ക്രൈബസിനകത്ത് ഈ ഒന്നാമത്തെ ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രോപ്പ് ഷാഡോ ചൂസ് ചെയ്ത്, പ്രോപ്പർട്ടീസിലാണ് ഇതെല്ലാം ഉള്ളത്. ഡ്രോപ്പ് ഷാഡോയിൽ ഹാസ് ഡ്രോപ്പ് ഷാഡോ എന്ന് കിടക്കുന്ന ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. അവിടെ ഒരു ടിക്ക് കൊടുക്കുക. അപ്പോൾ ഒരു ബ്ലാക്ക് കളർ എന്തോ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. എനിക്ക് ആ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ബ്ലാക്ക് എന്നുള്ളിടത്ത് മാറ്റി ഞാൻ ഏത് കളർ കൊടുക്കുന്നോ അവിടെ ആ കളർ വരും. ഇപ്പോൾ ബ്ലൂ വന്നാണ്ടോ, കണ്ടോ, ഒരു ബ്ലൂ കളർ വരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് ബ്ലാക്ക് ആണ് വേണ്ടുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? കളറിൻ്റെ അവിടെ ബ്ലാക്ക് കൊടുക്കുക. ഞാനവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെ കൊടുത്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ്. ഇങ്ങനെ ഒരു ഷേപ്പൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ള എന്താന്ന് നോക്കാം. പ്രിവ്യൂ മോഡാണ് ഈ ഐ ബട്ടൺ. അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ഏത് പേജ് എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് മനസ്സിലാവും. ഇനി നമുക്ക് ടൈറ്റിൽ കൊടുക്കണം. അതിനുവേണ്ടി ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ടെക്സ്റ്റ് ഫ്രെയിം കൊണ്ടുവരണം. ആദ്യം നമ്മൾ ഒരു ടെക്സ്റ്റ് ഫ്രെയിം വരച്ചതിന് ശേഷം മാത്രമേ അവിടെ ടെക്സ്റ്റ് വരുള്ളൂ. ഇത് മറന്നു പോവല്ലേ. അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കണ്ടന്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംഭവം എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോയിൽ കിടപ്പുണ്ട്. അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്താലും നമുക്ക് കിട്ടും. അപ്പം നമുക്ക് നോക്കാം. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബോക്സ് വരച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പം ഞാൻ ടൈറ്റിൽ കൊടുക്കുന്നിടത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്തു. ടെക്സ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്തിട്ടൊന്ന് ഡ്രാഗ് ചെയ്തു. അതിനുശേഷം ഞാൻ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടന്റ് പ്രോപ്പർട്ടീസ് കിട്ടും. ഇങ്ങനെ ഓർമ്മ വന്നില്ല എന്നുണ്ടെങ്കിൽ വിൻഡോസിനകത്ത് നമ്മൾ നേരത്തെ പ്രോപ്പർട്ടി എടുത്തില്ല, അതുപോലെ കണ്ടന്റ് പ്രോപ്പർട്ടിയും കിടപ്പുണ്ട്. എല്ലാ കാര്യങ്ങളും വിൻഡോസിൽ കിടപ്പുണ്ട് നമുക്ക് വേണ്ടുന്നത്. അപ്പം ഞാൻ അങ്ങനെ കണ്ടന്റ് പ്രോപ്പർട്ടീസ് എടുത്ത് വെച്ചപ്പോൾ ഇവിടെ ഒരു കഴ്സർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡിജാവു സാൻസ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. എനിക്ക് മലയാളമാ വേണ്ടുന്നെങ്കിൽ ഞാനൊരു മലയാളം ഫോണ്ട് ചൂസ് ചെയ്യണം. എനിക്ക് അക്ഷരം എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ മലയാളം ഫോണ്ട് ചൂസ് ചെയ്തു. ഇത് ടെക്സ്റ്റ് സൈസ് കൂട്ടുന്നതാണ്. അതിൻ്റെ സൈസ് നമുക്ക് മാക്സിമം ആക്കാൻ പറ്റും. അതിനുശേഷം ഇംഗ്ലീഷ് എന്നുള്ളത് മാറ്റി മലയാളമാക്കണം. മലയാളം എന്നെടുത്തു, എൻ്റർ അടിച്ചു. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കീബോർഡിൽ ഇംഗ്ലീഷ് എന്നുള്ളത് മാറ്റി മലയാളം ചൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പ് പാനലിൽ EN എന്നുള്ളത് ആക്കി മലയാളം ആക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ കീ പ്രസ് ചെയ്തുകൊണ്ട് സ്പേസ് ബാർ എടുക്കുമ്പോൾ മലയാളം വരും. ഇങ്ങനെയും ചൂസ് ചെയ്യാം. ഈ രണ്ട് രീതിയിൽ ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യുക മലയാളം ടൈപ്പ് ചെയ്യാൻ. എന്നിട്ട് വീണ്ടും ഈ കഴ്സർ ഇങ്ങോട്ടൊന്ന് വെച്ചതിന് ശേഷം നമ്മളൊന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അക്ഷരം എന്നാണ്. അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുക? ഷിഫ്റ്റ് D ആണ് ആ എന്ന് പറയുന്നത്. ഇക്ഷ എന്ന് പറയുമ്പോൾ കാ ചന്ദ്രക്കല. ചന്ദ്രക്കലയ്ക്ക് കായ്ക്ക് K ആണ്, ചന്ദ്രക്കലയ്ക്ക് D ആണ്. ഷ വരുമ്പം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലെസ് ദാൻ സിമ്പിൾ. ഓക്കെ, ലെസ് ദാൻ സിമ്പിൾ ആണ്. അക്ഷ വന്നിട്ടുണ്ട്. ഇനി രാ വരണമെങ്കിൽ എന്താണ്? J കൊടുക്കുക, X കൊടുക്കുക, 0ന് X എന്ന് കൊടുക്കുക. ഇത്രയാണ് അക്ഷരം എന്ന് വരുന്നത്. അപ്പം ഞാനിതൊന്ന് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം സൈസ് വീണ്ടും ഇങ്ങനെ കൂട്ടി കൊടുക്കാം. നമുക്ക് എത്ര സൈസ്, അതായത് ആ ടെക്സ്റ്റ് ബോക്സ് വരച്ചതിൻ്റെ അത്രയും നമുക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ. ഇത് തിയറിക്ക് ചോദിച്ചത് ഞാൻ കണ്ടു.
അതായത് നമ്മുടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻറ്റു വരും. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ടെക്സ്റ്റ് ഫ്ലോ. ഇങ്ങനൊരു സംഭവം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്താ, നമ്മുടെ ഈ ടെക്സ്റ്റ് ഫ്രെയിമിനേക്കാൾ ഓവർഫ്ലോ വന്നേക്കാണ്. ടെക്സ്റ്റിന് വലിപ്പം കൂടിയത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓപ്ഷൻസ് ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് തന്നെ എടുക്കുക. അപ്പം എനിക്ക് അക്ഷരത്തിൻ്റെ ഇപ്പം ഞാൻ കുറച്ചും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ കാണാതെ അങ്ങാവും അല്ലേ? അപ്പം അതുകൊണ്ടാണ്. മനസ്സിലായോ? അതായത് നമ്മുടെ ആ ഒരു വരച്ച ഫ്രെയിമിനേക്കാൾ വലുതായിപ്പോയി അക്ഷരം. അപ്പം നമുക്ക് കുറച്ചൊന്ന് ചെറുതാക്കി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ബ്ലാക്ക് എന്നുള്ളതാണ് കളറ്. കളർ ആൻഡ് എഫക്റ്റിലെ ബ്ലാക്ക് ആണ് ഇതിൻ്റെ കളറ്. അത് മാറ്റി എനിക്കൊരു റെഡാണ്. ഞാൻ ഒരു റെഡ് കളർ കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഇതിനൊരു ഷാഡോ കൊടുക്കണം. അപ്പം റെഡ് വന്നിട്ടുണ്ട്. ഷാഡോ കൊടുക്കാൻ വേണ്ടി എസ് എന്നുള്ളത് ചൂസ് ചെയ്യുക. എസ് കിടക്കുന്നുണ്ടല്ലോ, ഈ UW എന്നൊക്കെ ഉള്ളതിനകത്ത് എസ് ആണ് ഷാഡോ കൊടുക്കുന്നത്. അപ്പം ഞാനിത് ഷാഡോ ക്ലിക്ക് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് ഷാഡോയ്ക്ക് ഏത് കളർ കൊടുക്കണോ അത് കൊടുക്കാം. ഞാൻ ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. ഞാൻ ബ്ലാക്ക് കൊടുത്തു. ഓക്കെ ആണല്ലോ? അപ്പം അക്ഷരം എന്ന് പറയുന്നത് ഷാഡോ എഫക്റ്റോട് കൂടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു QR കോഡ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ QR കോഡ്, ബാർകോഡ് എന്നുള്ളത് ചൂസ് ചെയ്യുക. ബാർകോഡ് ഫാമിലിയിൽ 2 ഡയമെൻഷണൽ സിമ്പൽ ചൂസ് ചെയ്യുക. ബാർകോഡ് ഫോർമാറ്റിൽ നിന്നും QR കോഡ് എടുക്കുക. ഇവിടെ കണ്ടൻസ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഏത് ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഏത് പേജിലേക്ക് പോകണോ അതിൻ്റെ ID ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. ഇപ്പം നമുക്ക് തൽക്കാലത്തേക്കൊന്നുമില്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ ഓക്കെ പ്രസ് ചെയ്തു. അപ്പം എന്താ, മൗസിൻ്റെ ആരോ മാറിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കാൽക്കുലേറ്റർ ടൈപ്പായി. ഇവിടെ എവിടെ കുത്തുന്നോ അവിടെ QR കോഡ് വരും. ഞാനിവിടെ കുത്തി, അത് QR കോഡായി. നമുക്കിതിങ്ങനെ മൂവ് ചെയ്തൊക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനിത് വലിപ്പം കൂട്ടാൻ വേണ്ടി ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ കോർണർ സൈഡ് പിടിച്ച് വലിച്ചപ്പം എനിക്ക് ഒരേ ഷേപ്പിൽ ഇത് വലുതായിട്ട് വന്നു. ഓക്കെ ആണല്ലോ? ഞാനൊന്ന് പ്രിവ്യൂ മോഡ് നോക്കുകയാണ്. ഇങ്ങനെയാണ് ആ പേജ് വന്നേക്കുന്നത്. ഇപ്പം ലൈൻ ഒന്നും ഇല്ലാത്തതൊരു ഭംഗിയില്ല. അപ്പം ഞാൻ ലൈൻ ടൂൾ വെച്ച് വരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ലൈൻ ടൂൾ എടുത്തു. ദെൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ നമ്മൾ കൺട്രോൾ കീ പ്രസ് ചെയ്താൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരും. അപ്പം ഞാൻ അവിടെ ഒരു ലൈൻ വരച്ചു. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ ഐറ്റം ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് കിടപ്പുണ്ട്, അല്ലെങ്കിൽ കൺട്രോൾ D പ്രസ് ചെയ്താലും മതി. എന്നിട്ട് ഞാൻ ആ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ആ ലൈനെ മാറ്റി ഇങ്ങോട്ടേക്കും കൊണ്ടുവച്ചു. അപ്പോൾ എനിക്ക് 2 ലൈൻ വന്നിട്ടുണ്ട്. കണ്ടല്ലോ? ഇനി എനിക്കൊരു ലൈൻ താഴെ വരയ്ക്കണം. അപ്പം ഞാനിങ്ങനെ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഞാനിങ്ങനെയും കൂടെ ഒരു ലൈൻ വരച്ചു. ഓക്കെ ആണല്ലോ? അപ്പം എനിക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഡേറ്റ് ആണ് കൊടുക്കുന്നത്. അതും ടെക്സ്റ്റ് ഫ്രെയിം വെച്ചിട്ടാണ്. അപ്പം ഞാനിവിടെ ഒന്ന് ഡ്രോ ചെയ്തതിന് ശേഷം കഴ്സർ കൊണ്ടുവരിക. 2024 കൊണ്ടുവച്ചു. വലിപ്പം കൂട്ടുക. വലിപ്പമൊക്കെ കൂടി. ദെൻ അതിന് തൊട്ട് താഴെ ഞാൻ ഈ വെക്കാൻ പോകുന്നത് കഴ്സർ 2 വട്ടം ക്ലിക്ക് ചെയ്താൽ മതി, കഴ്സർ വരും. 22 ജൂലൈ എന്ന് പറയുമ്പോഴത്തേക്ക് വേണ്ട മലയാളം ഫോണ്ട് കൊണ്ടുവെക്കണം, ഇല്ലെങ്കിൽ സ്ക്വയേഴ്സ് പോലെ ആയിരിക്കും വരുന്നത്. അപ്പം ഞാൻ മലയാളം ഫോണ്ട് ചൂസ് ചെയ്തു. ഇംഗ്ലീഷ് മാറ്റി ഇവിടെ മലയാളമാക്കി. ആൽഫബറ്റ് ഓർഡറിലാണ് കിടക്കുന്നത്. ഞാനിപ്പോൾ മേളിൽ നമ്മുടെ കീബോർഡ് മലയാളത്തിൽ കിടക്കുന്നുണ്ടാണ് ഞാനിങ്ങനെ സെർച്ച് ചെയ്തെടുത്തത്. വരുന്നുണ്ടോ നോക്കാം. ജൂലൈ എന്ന് പറയുമ്പോൾ ജ വരുമ്പം ഷിഫ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ആണ് ജ എന്ന് പറയുന്നത്. അപ്പം അത് ഇംഗ്ലീഷ് മാറിയിട്ടില്ല. അപ്പം ഞാൻ ഈ 22-നെ ഒന്ന് വലുതാക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ 22 കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ മലയാളം ഫോണ്ട് മാറ്റി ഇംഗ്ലീഷ് ആക്കിയതിന് ശേഷം ഈ നമ്പേഴ്സ് ടൈപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഞാൻ 22 അടിച്ചു. ഇത് രണ്ടും കൂടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ സൈസ് കൂട്ടുകയാണ്. ഓക്കെ, 22 ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഞാൻ ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് ഇവിടെ ഒന്നുകൂടെ ഒന്ന് വരച്ചിട്ട് ജൂൺ എന്ന് കൊടുക്കാൻ പോവാണ്.
അപ്പോൾ ഒരു മലയാളം ഫോണ്ട് ചൂസ് ചെയ്യണം. അതിനുശേഷം ഇവിടെ മലയാളം എന്ന് ടൈപ്പ് ചെയ്തെടുക്കുക. എം എടുക്കുക. എം എടുത്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് മലയാളം എടുക്കുക. അതിനുശേഷം ഞാനിവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇംഗ്ലീഷ് എന്നുള്ളത് മലയാളമാക്കി. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ജ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ജെ ആണ്. ഉ എന്ന് പറയുമ്പം DEFRG ജൂ. ഇണ്ണെന്ന് പറയുന്നത് ഷിഫ്റ്റ് എക്സ്. ജൂൺ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സൈസ് കൂട്ടി കൊടുക്കുകയാണ്. ജായ്ക്ക് പകരം ഊ ആണ് വന്നത്. പി ആണ്. പിന്നെ ഊ എന്ന് പറയുമ്പോൾ ടി, ജൂൺ. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് പ്രിവ്യൂ മോഡ് വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ എന്തുവായിരുന്നു, സ്ക്വയർ ബ്രാക്കറ്റാണ് പറഞ്ഞത് അല്ലേ. അപ്പം പി ആണ് ജായ്ക്ക്. അത് ജസ്റ്റ് അക്ഷരങ്ങളൊന്ന് പഠിച്ചു വെക്കുക, നല്ലതാണേ. ദെൻ അതിനുശേഷം ബുധൻ എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. പിന്നെ വീണ്ടും പ്രിവ്യൂ മോഡിലേക്ക് എടുത്തു വെച്ചു. അടുത്ത ടെക്സ്റ്റ് ബോക്സ് എടുത്തു, ബുധൻ എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. മലയാളം ഫോണ്ടൊക്കെ മാറ്റി ഞാനിവിടെ മലയാളം എടുക്കുകയാണ്. എടുത്തു. ദെൻ ഇംഗ്ലീഷ് മാറ്റി മലയാളമാക്കി. എന്നിട്ട് ഇവിടെ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബുധൻ എന്ന് ടൈപ്പ് ചെയ്യാം. പ ഇപ്പ ബ വൈ. സൈസ് കാണാൻ പറ്റുന്നില്ല, ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കട്ടെ. ഓ എന്ന് പറയുമ്പോൾ ജി, ദ, ത, ഇത്ത, ദ, ഓ, ഷിഫ്റ്റ് ഓ. ഇന്നിന് ഷിഫ്റ്റ് വി, ബുധൻ. ഇതിൻ്റെയും വലിപ്പം കുറച്ച് കൂട്ടാണ്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ പ്രിവ്യൂ മോഡ് ഒന്ന് നോക്കാം. അപ്പം നമുക്ക് ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റിലൊന്ന് നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് അക്ഷരം ടൈപ്പ് ചെയ്തു. ഇത് ഏകദേശം ഇതേപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ലൈനും കൂടെ വേണമെങ്കിൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് താഴോട്ടും കൂടെ വെക്കാം. പ്രിവ്യൂ മോഡ് മാറ്റുക. അതിനുശേഷം ആ ലൈൻ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ഐറ്റം എന്നുള്ളതിനകത്ത് ലൈൻ സെലക്ട് ചെയ്യുക. കൺട്രോൾ D പ്രസ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്, അതിനെ പിടിച്ച് താഴേക്കൊന്ന് വെക്കുക. ഓക്കെ, അപ്പം നമ്മുടെ പ്രിവ്യൂ മോഡ് നോക്കുക. ഇതാണ് നമുക്ക് സെറ്റ് ആയിരിക്കുന്നത്. ഇനി നമുക്കൊരു ഇമേജ് ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമേജ് ഫ്രെയിം ചൂസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തൊരു ഇമേജ് വെക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ബോക്സ് വരും. മസ്റ്റായിട്ട് കേട്ടോണം, ശ്രദ്ധിച്ചോണം. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. കണ്ടന്റ്, ഗെറ്റ് ഇമേജ്. എന്നിട്ട് നിങ്ങൾ ഏത് ഇമേജ് എടുക്കുന്നോ അതായിരിക്കും അവിടെ വരാൻ പോകുന്നത്. എന്താ ഇങ്ങനെ ഒരെണ്ണം എടുത്തു, ഫുള്ള് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പം ഞാൻ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഇമേജിൽ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം ഇത് ചൂസ് ചെയ്യണം. ഇപ്പം എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ സൈഡിൽ പിടിക്കുമ്പോൾ ഒരു ആരോ വരും. ഇതനുസരിച്ചൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. എങ്ങനെയാ ഇമേജ് വന്നതെന്ന് മനസ്സിലായോ? എങ്ങനെയാ ഇമേജ് വന്നത് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇമേജ് ഫ്രെയിം സെലക്ട് ചെയ്യണം. ഇതാണ് ഇമേജ് ഫ്രെയിം. എവിടാണോ ഇമേജ് വരേണ്ടത് അവിടെ ഒന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഇൻഡു ബോക്സ് വരും. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കണ്ടന്റിലെ ഗെറ്റ് ഇമേജ് എടുക്കുക. അവിടുന്ന് ഏത് ഇമേജ് വേണോ ആ ഇമേജിൽ ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇമേജ് ഫുള്ളായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഇമേജിനെ ഫുള്ളായിട്ട് കാണാൻ ഇമേജ് അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം എടുക്കുക. ഇത്രയാകുമ്പോൾ ആ ഒരു ഓപ്ഷൻ തീർന്നു. അപ്പം നമുക്ക് വേണ്ടുന്ന ആ പത്രത്തിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യാണ്. ഇമേജ് ഫ്രെയിം എടുത്തു, ഞാനൊന്ന് ഡ്രോ ചെയ്തു. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കണ്ടന്റിലെ ഗെറ്റ് ഇമേജ് എടുത്തു. എന്നിട്ട് യൂസറിൽ സ്കൂൾ റിസോഴ്സസ് എടുക്കുകയാണ്. അതിനകത്ത് ക്ലാസ് 10ൽ സ്ക്രൈബസിൽ ഓസോൺ എന്ന് പറയുന്ന പിക്ചർ എടുത്തു. വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടത്?
ടെക്സ്റ്റിൽ നമ്മൾ ഇങ്ങനെയാണ് കണ്ടത്, നമുക്കിപ്പം പിക്ചറിൽ കാണാൻ പറ്റുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഇമേജ് അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം. ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇനി നമുക്കിവിടെ കുറേ ടെക്സ്റ്റുകൾ കൊണ്ടുവരണം. നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞതുപോലെ ഈ സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതേപോലെ വായിച്ചു നോക്കിയാൽ മാത്രം മതി, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ബാർകോഡൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചു. ഇനി ടെക്സ്റ്റ് കൊണ്ടുവരാൻ പോവാം. അതിന് വേണ്ടി ഫസ്റ്റ് ടെക്സ്റ്റ് ഫ്രെയിം എടുക്കണം അല്ലേ? അപ്പം എന്ത് ചെയ്യുക? സ്ക്രൈബസ് ഓപ്പൺ ചെയ്തു. ടെക്സ്റ്റ് ടി എന്ന് പറയുന്നതാണ് ടെക്സ്റ്റ് ഫ്രെയിം, അതെങ്കിലും ഓർത്തിരിക്കുക. ദെൻ ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്യുക. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നമ്മൾ പിക്ചർ എടുത്തോണം. കണ്ടന്റ് ഗെറ്റ് ടെക്സ്റ്റ് എടുക്കുക. കണ്ടന്റ് ഗെറ്റ് ടെക്സ്റ്റ്. ഇവിടെ നമുക്ക് സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 10 സ്ക്രൈബസിനകത്ത് 2 ടൈപ്പ് ടെക്സ്റ്റ് എടുപ്പുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ഒന്ന് ചൂസ് ചെയ്യുക. ഈ ടെക്സ്റ്റിനെ ഇനി നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ എല്ലാവർക്കും എക്സാമിന് ചോദിക്കുന്നതാണ് ഈ പിക്ചർ കൊണ്ടുവരുന്നതും ടെക്സ്റ്റ് കൊണ്ടുവെക്കുന്നതും. ഓക്കെയാണ് ബാർകോഡിൻ്റെ ഒക്കെ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഇമേജിനെ ടെക്സ്റ്റിനെ ചോദിക്കുന്നത്? ഉറപ്പായിട്ട് എല്ലാവർക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് കോളംസ് ആക്കുന്നത്? പത്രം എന്ന് പറയുമ്പോൾ തന്നെ കോളംസ് ആയിട്ടാണ് നമ്മൾ കൂടുതൽ ന്യൂസ് വായിക്കുന്നത് അല്ലേ, കാണുന്നതും. അപ്പം നമുക്ക് ഈ കോളം ആക്കാൻ വേണ്ടി നമ്മൾ ഇത് തന്നെ നോക്കുക. ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓപ്പൺ ആയി കിടക്കുന്നതിനകത്ത് കോളം ആൻഡ് ടെക്സ്റ്റ് ഡിസ്റ്റൻസ് അക്ഷരങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ടെക്സ്റ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ കണ്ടന്റ് പ്രോപ്പർട്ടിക്കകത്തുള്ളത്. അപ്പോൾ ഈ കോളംസ് ആൻഡ് ടെക്സ്റ്റ് ഡിസ്റ്റൻസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതാ, ഒരു 5 മിനിറ്റത്തെ കേസേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര കോളം ആക്കണോ അത്രയും കോളം ആക്കുക. ഗ്യാപ്പ് കൂട്ടാനാണ് അടുത്ത പോയിന്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. നിങ്ങളിതാ ഇതേപോലെ 4 ആയിരിക്കും ചിലപ്പോൾ ഗ്യാപ്പ് ചോദിക്കുന്നത്. അപ്പം 4 mm ഗ്യാപ്പ് ഇടുക. ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് 3-4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 3-4 മാർക്ക് നിങ്ങൾക്ക് അതിനകത്ത് തന്നെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ചോദിച്ചു കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇമേജ് ഫ്രെയിം ഇതിനിടയ്ക്ക് കൊണ്ടുവെക്കുക. അപ്പോൾ ഒരു പിക്ചർ നമ്മൾ ഇമേജ് ഫ്രെയിം കൊണ്ടുവെക്കാൻ പോവാ. ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തു. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നേരത്തെ നമ്മൾ ചെയ്തോണം. കണ്ടന്റ് ഗെറ്റ് ഇമേജ് എടുത്തു. എന്നിട്ട് ഈ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞൊരു പിക്ചറാണ് എനിക്ക് വേണ്ടുന്നത്. ആ ഇമേജ് മൊത്തത്തിൽ കാണാൻ പറ്റുന്നില്ല. ഇമേജ് അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം ആക്കി. എന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന് എന്ത് ചെയ്യാൻ പോവാ? ഇപ്പം എൻ്റെ അക്ഷരങ്ങളുടെ പുറത്താണ് ഇതിരിക്കുന്നത് പിക്ചർ. എനിക്കത് പോരാ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇതിനെ ഒന്ന് അക്ഷരങ്ങളുടെ ചുറ്റും, അക്ഷരങ്ങൾ ഈ ഇമേജിന് ചുറ്റും വരുന്നത് രീതി ആക്കണം. അതിന് ടെക്സ്റ്റ് ഫ്ലോ എറൗണ്ട് ഫ്രെയിം എന്നാണ് പറയുന്നത്. ഞാൻ ഇമേജ് പ്രോപ്പർട്ടീസ് ഒക്കെ മാറ്റിക്കളഞ്ഞിട്ട് ഞാൻ നമ്മുടെ പ്രോപ്പർട്ടീസിലേക്ക് തിരിച്ചു വന്നു. പ്രോപ്പർട്ടീസിൽ ഞാനിങ്ങനെ താഴേക്ക് നോക്കിയപ്പോൾ ഷേപ്പ് എന്നുള്ളത് കിടപ്പുണ്ട്. ഇവിടെ ടെക്സ്റ്റ് ഫ്ലോ എന്നുള്ളതാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പം നമ്മൾ ടെക്സ്റ്റ് ഫ്ലോ എറൗണ്ട് ഫ്രെയിം എന്നുള്ള 2ാമത്തെ ഓപ്ഷനാണ്. ആ ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ ആണല്ലോ? ഞാനിത് ഇത്തിരി സൂം ഔട്ട് ചെയ്തിട്ടേക്കാം. ഞാൻ ഒന്ന് സൂം ഇൻ ചെയ്ത് കാണിച്ചു തരാം. വേണ്ടേ? ഇപ്പം നമുക്ക് ഈ അക്ഷരങ്ങളുടെ ചുറ്റുമായിട്ടാണ് ഇത് വരുന്നത്. ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ചാൽ അതിൻ്റെ കോർഡിനേറ്റർ എന്നൊക്കെ ഉള്ളത് അപ്പുറത്ത് വന്നാണ്ടോ. അപ്പോൾ അക്ഷരങ്ങൾക്ക് ചുറ്റുമായിട്ടായിരിക്കും വരുന്നത്. അക്ഷരങ്ങൾ ഈ പിക്ചറിന് ചുറ്റുമായിട്ട് വരും. ഓക്കെ, അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് വേണം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. ഓക്കെ ആണല്ലോ? അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. കോളമാക്കാനും ഗ്യാപ്പ് എടുത്ത് വെക്കുന്നതും ഒക്കെ നന്നായിട്ട് ഓർത്തിരിക്കണം. അതുപോലെ നമുക്കൊരു ടെക്സ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു ടെക്സ്റ്റ് എഡിറ്ററിലോ അല്ലെങ്കിൽ ലിബ്രെ ഓഫീസ് റൈറ്ററിലോ ചെയ്യുന്നതാണെങ്കിൽ .txt .odt ഒക്കെ വരുവാണെങ്കിൽ അതിനകത്ത് ഓപ്പൺ ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്യുക. Ctrl A അടിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോണ്ടുകളൊക്കെ മാറ്റി കൊടുക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇമേജ് ബിറ്റ്വീൻ ടെക്സ്റ്റ് നമ്മളിപ്പോൾ ചെയ്തത് ടെക്സ്റ്റ് ഫ്ലോ എറൗണ്ട് ഫ്രെയിം ഓപ്ഷൻ പ്രോപ്പർട്ടീസ് വിൻഡോയിലെ ഷേപ്പിൽ നിന്ന് എടുക്കുക. ഈ കോണ്ടൂർ ലൈൻ എന്ന് വെച്ചാൽ അതിൻ്റെ ആ ടെക്സ്റ്റിനിടെ ചുറ്റിനും വരുന്ന ആ ഒരു റെഡ് കളർ ലൈനാണ്. അത് വെച്ച് നമുക്ക് നോട്ട്സ് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഷേപ്പൊക്കെ ചെയ്യാൻ പറ്റും. ഇനി നമ്മളിതിനൊരു എങ്ങനെയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ, ഒരു ഗ്രേ കളർ കൊടുത്തേക്കുന്നുണ്ടോ? എങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഈ പത്രത്തിൻ്റെ കളർ പോലൊരു കളറില്ലേ, അത് കൊടുക്കുന്നത് എങ്ങനെയാ? ഇത്രയും നമ്മൾ ചെയ്തു വെച്ചു ഇല്ലേ? ഇനി നമുക്ക് അതും കൂടി ഒന്ന് കൊടുത്തേക്കാം. നമ്മളിതൊന്ന് ചെറുതാക്കി കാണാവുന്ന രീതിയിലാക്കി വെച്ചു. സ്ക്രോൾ ചെയ്തൊക്കെ മാറ്റി.
ഇനി നമ്മൾ ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ഇവിടെ മുതലല്ലേ നമുക്കിങ്ങനെ ബോർഡർ പോലെ വരുന്നത്, അതിന് നമ്മളൊരു ബോർഡർ പോലെ അങ്ങ് വരച്ചു. ഓക്കെ, ഈ ബോർഡറിന് കളർ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രോക്ക് എന്നുള്ളടുത്ത് ഏത് കളർ വേണോ ആ കളർ കൊടുക്കാം. ഇപ്പം നമുക്ക് ആ ബോർഡർ കിട്ടി, കണ്ടോ? ഞാൻ ഈ പ്രിവ്യൂ മോഡ് മാറ്റുമ്പോൾ എനിക്ക് ആ ബോർഡർ വന്നിട്ടുണ്ട്. ഇനി ആ ബോർഡറിന് മുതൽ എനിക്ക് കളർ വരണം. ഞാൻ വീണ്ടും പ്രിവ്യൂ മോഡ് ഓൺ ആക്കിയിട്ടു. ഇതിനെ ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഇവിടെ സോളിഡ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പത്രത്തിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇതേപോലെയൊക്കെ ഒരു കളറായിരിക്കും. അപ്പം നമ്മളതൊന്ന് ചൂസ് ചെയ്യണം. ഫില്ലെടുക്കുക. ഫില്ലിനകത്ത് നമുക്ക് ആ ഒരു അതേ മോഡലിലെ പത്രത്തിൻ്റെ കളർ വരുന്ന രീതിയിൽ ചൂസ് ചെയ്തു. അപ്പോൾ അതേ കണ്ടോ, ഞാൻ കളർ വെച്ചപ്പോഴത്തേക്ക് നമുക്ക് ആ പേജിലുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല. എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം എന്ത് ചെയ്യണം? റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇതിൻ്റെ ലെവൽ ഒന്ന് താഴേക്കാക്കണം. ഇത് നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. 2-3 ഷേപ്പുകൾ വെച്ചിട്ട് അടിക്കുള്ള ഷേപ്പിനെ മേളിൽ കൊണ്ടുവരുന്ന 2 രീതികൾ. ഒന്നെങ്കിൽ രണ്ടാമത്തതിനെ താഴേക്ക് കൊണ്ടുപോവുക, അതായത് ലോവർ ടു ലെവൽ ലോവർ ടു ബോട്ടം. അതല്ലെന്നുണ്ടെങ്കിൽ റേസ് ടു ടോപ്പ്, അടിക്കുള്ളതിനെ സെലക്ട് ചെയ്തിട്ട് റേസ് ടു ടോപ്പ്, അങ്ങനെയുള്ളത് വെച്ച് വേണം എടുക്കാൻ. ഞാൻ ലെവലിൽ ലോവർ ടു ബോട്ടം ചൂസ് ചെയ്തു. അപ്പം എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പ്രിവ്യൂ മോഡ് എടുത്തു. ഇതാണ് എൻ്റെ പത്രം. ഓക്കെ ആണല്ലോ? എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താ ചെയ്താൽ ഞാൻ ഷേപ്പ് ടൂൾ വെച്ച് വരച്ചിട്ട് സോളിഡ് കളർ ചൂസ് ചെയ്ത് എന്നിട്ട് അത് ലെവൽ ലോവർ ടു ബോട്ടം പ്രസ് ചെയ്തു. എനിക്ക് 2 കളർ മിക്സ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആ കളർ എടുത്തതിനകത്ത് ഈ കളർ ചൂസ് ചെയ്തില്ലേ, ഞാനിപ്പോൾ അണ്ടു അടിച്ചാണ്, കൺട്രോൾ ഇസഡ് പ്രസ് ചെയ്താണ് അത് കളഞ്ഞത്. ഈ സോളിഡ് എന്നുള്ളത് മാറ്റി ഗ്രേഡിയൻറ്റ് ചൂസ് ചെയ്തു. അപ്പോൾ എനിക്കൊരു ബ്ലാക്ക് റെക്റ്റാങ്കിൾ വന്നു. അതിലിവിടെ ഒരു ട്രയാങ്കിളിൽ റെഡ് കളറുണ്ട്. ആ ബ്ലാക്ക് മാറ്റിയിട്ട് എനിക്കൊരു ബ്ലൂ 2ഉം പിന്നെ അതാണ്ട് ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലാക്ക് മാറ്റിയിട്ട് എനിക്കൊരു ഈ ബ്രിക്ക് റെഡ് എന്നുള്ള 1 ഈ കളറാണ് വരേണ്ടത്. അപ്പം ഞാൻ അത് 2 ചൂസ് ചെയ്തു. അതിനുശേഷം ലെവൽ എടുക്കുക, ലോവർ ടു ബോട്ടം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പത്രം നല്ല അട്രാക്റ്റീവ്. മാഗസീനൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ. ഗ്രേഡിയൻറ്റ് കളർ ഇടുന്നതാണ് കുറച്ച് ബെറ്റർ. അപ്പോൾ ഇതാണ് എൻ്റെ പത്രം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഈ ഷേപ്പ് വരച്ചത് കുറച്ചും കൂടി വലുതാക്കാന്നുണ്ടെങ്കിൽ ആ ഒരു പേജിന് ഫുള്ള് ആ കളർ തന്നെ കിട്ടും. ഓക്കെ, ഞാൻ എന്താണ്ട് താഴേക്ക് ആ ഷേപ്പ് നമുക്കിങ്ങനെ എന്താണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ പ്രിവ്യൂ മോഡ് കാണിച്ചു തരാം. ഫുൾ ആ പേജ് കിട്ടി. ഇനി ഒരു ബോർഡർ കൊടുക്കണമെങ്കിലോ ജസ്റ്റ് ഞാൻ പ്രിവ്യൂ മോഡ് വീണ്ടും മാറ്റിയിട്ട് വേണം ക്ലിക്ക് ചെയ്യാൻ. ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാം? അതിനൊന്ന് സെലക്ട് ചെയ്തിട്ട് സ്ട്രോക്ക് എടുക്കുക. ഞാനൊരു എമറാൾഡ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് കളർ കൊടുത്തു. ഇതേണ്ടേ, ഇതാണ് എൻ്റെ പേജ്. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത്. ഇനി ഇതേ മോഡലിൽ 2-3 മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് പറഞ്ഞുതരാം. ഇനി നമുക്ക് PDF ആക്കുന്നത് എങ്ങനെയാണെന്നും കൂടി ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ PDF ആക്കാൻ പറഞ്ഞു തരട്ടെ. എന്ത് ചെയ്യുക? ഫയല്, എക്സ്പോർട്ട്, സേവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ സേവാസ് കൊടുത്ത് സേവ് ചെയ്യുക. അത് നമ്മളെല്ലാ ഫയലും ചെയ്യുന്നതാണ്. എക്സ്പോർട്ട് ചെയ്യാനാണെങ്കിൽ എക്സ്പോർട്ട് ആസ് PDF ഉണ്ട്. ചിലർക്ക് ചോദിക്കുന്നത് സേവ് ആസ് ഇമേജ് ആണ്. അപ്പം എക്സ്പോർട്ടിനകത്ത് ഇമേജ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറയും. ഐഡൻറ്റി കാർഡിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ തരുമ്പം നിങ്ങൾക്ക് ഇമേജ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ സേവ് ആസ് ഇമേജ് ആണ് ചൂസ് ചെയ്യേണ്ടത്. എനിക്കിപ്പം PDF ആണ്. ഞാൻ സേവ് ആസ് PDF കൊടുത്തു. അപ്പോൾ ഇതുപോലൊരു വിൻഡോ കാണിക്കും. ഇതിനകത്ത് ഇഗ്നോർ എറേഴ്സ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ നമുക്ക് എങ്ങോട്ടാണ് സേവ് ചെയ്യേണ്ടത്, പേര് മാറ്റുക. അപ്പം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് മിഡ് ടൈം IT എക്സാമിൽ എക്സാം പ്രോഡക്റ്റ് 10 എന്നുള്ളിടത്തേക്ക് സേവ് ചെയ്യുക. അതിനകത്ത് നമുക്ക് എക്സാം പ്രോഡക്റ്റ് 10 എന്നൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ആ പേര് മാറ്റിയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിച്ച് സേവ് ചെയ്യുക. 10C ഒക്കെ ക്യാപിറ്റൽ കൊടുക്കുക, ഡിവിഷനാണ്. റോൾ നമ്പർ 25 _ പത്രം, അക്ഷരം എന്നാണ്. അപ്പം ഞാൻ അക്ഷരം എന്ന് ടൈപ്പ് ചെയ്തു. സാധാരണ ക്വസ്റ്റ്യൻ്റെ താഴെ തരും സേവ് യുവർ രജിസ്റ്റർ നമ്പർ _ ഏതെങ്കിലും ഒരു കീവേഡ്, ഒരു പേരും കൂടെ തരും. അത് വെച്ചിട്ട് സേവ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കത് PDF ആയി. നമുക്കൊന്ന് നോക്കിയാലോ PDF ആയോ എന്ന്. ഞാൻ ഫയൽസിൽ എക്സാം 10 പ്രോഡക്റ്റ് എന്നുള്ളൊരു ഫോൾഡറിലേക്കാണ് ഇട്ടേക്കുന്നത്.
എക്സാം പ്രോഡക്റ്റ് 10 എവിടെയാ? കാണുന്നില്ല. ഇതെവിടെയോ, ഒന്നുകൂടെ അത് സേവ് ചെയ്യാം. എവിടെയാന്ന് നോക്കിയില്ല. ആ ലൊക്കേഷൻ ഒന്ന് നോക്കിയേക്കണേ നിങ്ങൾ. എക്സ്പോർട്ട് ആസ് PDF, ഇഗ്നോർ എറേഴ്സ്, അക്ഷരം 1 എന്നുള്ളത് കൊടുത്തു. ഇത് ഉള്ളത് ഡെസ്ക് ടോപ്പിലാണല്ലോ, പക്ഷെ ഞാൻ കണ്ടില്ല. ചേഞ്ച് ചെയ്തിട്ട് ഞാൻ യൂസറിനകത്തോട്ട് ഡെസ്ക് ടോപ്പിൽ കിടപ്പുണ്ടല്ലോ, ഞാൻ കാണുന്നില്ല. ഞാൻ ഒന്ന് നോക്കട്ടെ ഡെസ്ക് ടോപ്പിലുണ്ടോയെന്ന്. ഇവിടെ എവിടെയോ കാണണം. എക്സാം പ്രോഡക്റ്റ് 10 ഇതിനകത്തേക്ക് സേവ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് PDF ആയിട്ട് വന്നിട്ടുണ്ട് ആ പേജ്. കണ്ടോ? ഓക്കെ, നല്ല സൂപ്പറായിട്ടില്ലേ? അപ്പോൾ ഇതുപോലാണ് നിങ്ങളും ചെയ്യേണ്ടത്. ഇത്രയൊന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കത്തില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഇമേജ് ആഡ് ചെയ്യാനും ടെക്സ്റ്റ് കൊണ്ടുവരുന്നതും പിന്നെ അതിനകത്ത് ഒരു ഇമേജ് അതിൻ്റെ ഇടയ്ക്ക് ടെക്സ്റ്റിൻ്റെ ഇടയിൽ കൊണ്ടുവെക്കുന്നത്, പിന്നെ ചിലർക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാൻ പറയുന്നുണ്ട്. അത്രയൊക്കെ ക്വസ്റ്റ്യനും എക്സ്പോർട്ട് ആസ് PDF ഇത്രയും മാത്രമേ പറയുന്നുണ്ട്. മലയാളം ടൈപ്പിംഗ് ഒന്നും നിങ്ങൾക്ക് പറയുന്നില്ല കേട്ടോ. മലയാളത്തിലുള്ള ടെക്സ്റ്റൊക്കെ അവർ തരുകയാണ്. അതുപോലെ ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റും അവർ തരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഒന്ന് മലയാളം ടൈപ്പിങ്ങിൻ്റെ കോഡൊക്കെ ഒന്ന് പഠിച്ച് വെച്ചിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിനകത്ത് മലയാളം ഫോണ്ടുകൾ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ടൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഹെഡിങ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് പഠിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് എളുപ്പമാവത്തുള്ളൂ. എല്ലാവരും ഓൾറെഡി ചെയ്ത് കാണും. എക്സാം കഴിഞ്ഞവരുണ്ടാവും. എക്സാം കഴിഞ്ഞവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണ്. കാരണം ലാസ്റ്റ് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെങ്കിൽ ഇതുപോലെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ആ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ മറന്നു പോകും. ഒരുപാട് സോഫ്റ്റ്വെയർസ് നമ്മൾ പഠിക്കുന്നതുകൊണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. അത് അന്നേരം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുതേ. 10th പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.